ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. money.
പ്രിയ സഹോദരൻ്റെ നിലപാടിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന ഈ വയസ്സിൻ്റെ ഭവനം ബന്ധത്തിൽ മറു ചെയ്യുവാൻ കർത്താവുന്ന അവസരങ്ങൾക്കായ സ്തോത്രം. പ്രിയ സാമ്പത്തികനെ ഞാൻ അവസാനമായി കണ്ടത് കഴിഞ്ഞ ജൂൺ മാസം സമാധാന ഭാഗത്താണ്. മുളകാട് വെച്ച് കാണുവാനും മറ്റു സമയങ്ങൾ അവിടെ വെച്ച് വിളിച്ച് സംസാരിച്ച അന്ന് കാര്യമായി കൈകൊടുത്ത് വിടവാങ്ങുന്നതിന് ശേഷമായി ഇന്നലെയാണ് ഇത്തരത്തിലൊരു വേർപാടിൻ്റെ ദുഃഖകരമായ വാർത്ത അറിയുവാനിടയായിട്ട് ആ വാക്കുകൾ കേട്ടപ്പോൾ തികച്ചും അതാദ്യം വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിലായിരുന്നു. വളരെ ആരോഗ്യത്തോടെ ചുമന്നുകൊണ്ടോടെ ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് വാങ്ങിപ്പോയി എന്ന് പ്രസ്താവിക്കുമ്പോൾ എനിക്ക് അനുവദിച്ചിരുന്ന സമയം 46 വർഷമാണ്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം താൻ തികച്ചു, വിശ്വാസം താൻ കാത്തു. ദൈവവലരായി കർത്താവിന് വേണ്ടി ജീവിക്കാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. അതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നാം വായിക്കുന്ന തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവത്തിന്റെ കാരണത്തോടു കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സാമൂഹിക വലിയ പ്രത്യാശയോടുകൂടെ ശേഷം ഞങ്ങൾക്ക് ഉയരാം ആ ക്രിസ്തുവിന്റെ ആയിരിക്കാവുന്ന വലിയ പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ വലിയ ആശ്വസിക്കാം. തുടർന്ന് ശുശ്രൂഷമായിരിക്കാം ഞാൻ ഒരുക്കപ്പെട്ട ലോകത്ത് ജീവിച്ചിരിക്കുന്നതായ നിങ്ങളെല്ലാവരും തന്നെ പിതാവായ ദൈവത്തിൻ്റെ കൃത്യമാസം അനുസരിക്കുവാൻ വേണ്ടി കടന്നു പോകേണ്ടവരാണ്. എപ്രകാരമാണ് ഏത് നിമിഷമാണ് സ്വർഗത്തിലേക്ക് കൃത്യമാസം അനുസരിക്കുവാൻ കടന്നു പോകുക എന്ന് നമുക്ക് ആർക്കും തന്നെ നിശ്ചയമില്ല. പുലരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവയിലെ വികാരിയാണ് ഞാൻ. ഞങ്ങളുടെ കാറ്റഗിസം അച്ഛൻ സാഹിബ് സാറിൻ്റെ കൂടുതൽ സ്ഥാനം. അങ്ങനെ വളരെ സൗഹൃദമായ ബന്ധം ഈ സാമായിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവയിലെ ഒരു കുടുംബം ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വന്നത് സാമ്യയായിരുന്നു. ഞങ്ങൾ സാമ്യയെ വിളിച്ച് സംസാരിച്ചു. ഇപ്പം പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ വില കൂടുതലാണ്. വേറെ അവർ വളരെ പാപ്പുലറായിട്ട് ഞാൻ വേറെ സ്ഥലങ്ങൾ മേടിച്ചു തരാം. വളരെ സഹായമായി കുറേ നേരം ഇവിടെ ഫോണിൽ കൂടി സംസാരിച്ചതാണ്. ശേഷം വരെ ഇത് വാർത്ത കേട്ടപ്പോൾ അതിനെനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ദൈവം യേശു പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതെന്നെ ആവശ്യം കണ്ടിട്ടല്ല. ക്രൈസ്ത വിശ്വാസികളായി നമ്മുടെ സമയത്തോളം മരണം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമില്ല. സ്വർഗത്തിലേക്കുള്ള നിത്യജീവൻ സ്വീകരിക്കാൻ പോകുന്ന യാത്രയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്, നല്ല ഓട്ടം ഓടി നിത്യമായി സമ്മാനം സ്വീകരിക്കുവാൻ മനുഷ്യപരമായ കാഴ്ചപ്പാടുകളിലൂടെ നോക്കുമ്പോൾ നല്ല വിശ്വാസ ജീവിതത്തിലൂടെ മനോഹരമായ ജീവിതം നയിച്ചുകൊണ്ട് സന്ദേശമാണ് സ്വീകരിക്കുവാൻ പ്രവർത്തിക്കുന്ന പ്രിയ സാമൂഹ്യ കരുതലിൻ്റെ ആത്മാവിന് വിദ്യാഭ്യാസമാകണമേ. അനുഗ്രഹിക്കണമേ. ദുഃഖത്തിലായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾ അറിയാൻ ചെയ്തപ്പോൾ Lord
വിശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. വായിക്കാം നമ്മുടെ അവസരം. കർത്താവേ, ഈ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ ഈ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഈ ഭക്തിനെ കുഴിയിലേക്ക് മടങ്ങി ചെയ്യുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവരെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം എന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ എത്രേ. അവർ രാവിലെ തിളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ആത്മചൈതന്യ ദൈവസഭയുടെ സ്ഥാപകനും പ്രസിദ്ധമായിരിക്കുന്ന അധ്യാപകനായ കർത്തദാസന്മാർ, നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ സഹധർമ്മിണി ശ്രീമാശ്വരങ്ങളെ, മാതാപിതാക്കളെ, അതുപോലെ സാമിന്റെ വാത്സല്യ അമ്മ, സഹോദരങ്ങളെ, എല്ലാവരും ഇവിടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ദുഃഖത്തോട് ചേർന്നുമാണ് ഈ ദൈവിക ശുശ്രൂഷ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ യാത്രയിലായ ശുശ്രൂഷയോട് ബന്ധത്തെ യാത്രയിലായിരുന്ന സമയത്താണ് വിഭിഭാഷ വിളിച്ച് ഈ വേർപാടിൻ്റെ വാർത്തയെ അറിയിക്കുന്ന സത്യത്തിൽ ആ നിമിഷം പറഞ്ഞറിയിക്കാനാകത്തില്ല. വേദനയിലേക്ക് പ്രവേശിക്കാൻ ഇടയായി. കാരണം ഈ രണ്ട് കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം അന്നചൈതന്യ ദൈവസഭയിലൂടെ ഇവിടുത്തെ 3 ആൺപിള്ളാരുടെ വിവാഹ ശുശ്രൂഷ നടത്തുവാനും വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ അധ്വാനിച്ച കർത്താവിന്റെ ദാസൻ ജോൺ പാസ്റ്റർ അമ്മാമൻ ഒരു യൗവനകാലത്ത് ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി വളരെ ഓടി അധ്വാനിച്ചു. കുഞ്ഞുങ്ങളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തി. കുടുംബമായിട്ടുള്ള ആ ആത്മീയ ബന്ധം ഓർത്തപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞ സ്വാമിന്റെ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ സദസ്യനായി ആ സംഭവം ഞാൻ ഓർക്കുകയും രാത്രിയിൽ വളരെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഹൃദയത്തിന് ആഴമായൊരു ദുഃഖം ഉണ്ടാകുന്നു. ആ ദുഃഖത്തോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവജനത്തിന്റെ ഭാഗ്യമേറിയ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുക. മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയ തീരൂ. ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന ഒന്നായതുകൊണ്ട് ആ നിയമനത്തിലൂടെ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് അനന്യ സ്തുതിഗീതങ്ങളോടെ പ്രിയപ്പെട്ടവരെ യാത്ര കൊടുക്കണം. നമ്മുടെ പ്രത്യാശയാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കും. നമ്മൾ പഠിച്ചതും നമ്മൾ വിശ്വസിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവിനും കർത്താവിന്റെ വചനത്തിലുമാകിയ വചനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പ്രത്യാശയോടെ ഏത് ദുഃഖത്തെയും ഏത് വേദനയും അഭിമുഖീകരിച്ചേ മതിയാവും. ഒരു യാഥാർത്ഥ്യമാണ്. ആ ശബ്ദം കേട്ടു പ്രിയപ്പെട്ടവൻ ഇന്നലെ രാവിലെ തന്റെ ജീവൻ, തന്റെ പ്രാണൻ, തന്റെ ആത്മാവ് കർത്താവിന്റെ പാദത്തിലേക്ക് മടങ്ങുവാനിടയായിട്ടുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായം 3-ാം വാക്യം
അതിനെ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്റെ ശാരീരിക മരണം സംഭവിച്ച സമയം തന്നെ തന്റെ ജീവൻ അത് ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുക. നമ്മുടെ ഭാഗ്യമേറിയ പ്രത്യാശ. അനേകർക്ക് അതിന് കഴിയാതെ വരുന്നു. അനേകർ ജീവിച്ചിരിക്കുമ്പോൾ അഖിലാണ്ടത്തിന്റെ ഉടയവനെയും സർവശക്തനായ ദൈവത്തെയും തിരിച്ചറിയാതെ പലവിധ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ വേദോസം പറയുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നു. എല്ലാ മതങ്ങളെയും അതിന്റെ ആചാര മര്യാദകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നവരാണ്. വേദോസം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ മരിച്ചാലും ജീവിക്കുന്ന ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ക്രൂശിന്മേൽ 3 ആണിമേൽ യാഗമായി മരിച്ചടക്കപ്പെട്ടു. 3-ാം ദിവസം കല്ലറെ ഭേദിച്ച് ജീവനോടെ ഉയർത്തെഴുന്നേൽക്കാനിടയായ അരുമനാഥനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിശ്വസിച്ച് കർത്താവിനെ അംഗീകരിച്ച് കർത്താവിന്റെ വചനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. തന്റെ ജീവൻ ക്രിസ്തുവിനോട് ഇന്നലെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ, നമ്മുടെ ജീവനായ ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അന്നാണ് അവരുടെ ഭൗതിക ശരീരം രൂപാന്തരം പ്രാപിക്കുന്നത്. അതുവരെ ഈ ശരീരം ഭൂമിയിലെ ഒരു കല്ലറയിൽ അടക്കപ്പെടുകയാണ്. ഈ ശരീരം ദ്രവിച്ചു തീരും. 1 കൊരിന്ത്യർ 15:53 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കണം. 54 വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം മാറി ജയം അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മരണത്തിലൂടെ കടന്നുപോയി. ഇനി മരണത്തെ ജയിക്കുന്നതാണ്. അത് കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഈ ദ്രവത്വമുള്ള ശരീരം, ദ്രവിച്ചുപോയ ശരീരം, ഒരുപക്ഷെ നിരീശ്വരവാദികൾ ചോദിക്കാം, എങ്ങനെ ഇത് രൂപാന്തരം പ്രാപിക്കും? മണ്ണോട് മണ്ണായി തീർന്ന ഈ ശരീരം എങ്ങനെ ഒരു മനുഷ്യ ശരീരമായി അല്ലെങ്കിൽ തേജസ്സിന്റെ ഒരു ശരീരമായി എങ്ങനെ രൂപാന്തരം പ്രാപിക്കും? അതിന് വേദപുസ്തകത്തിൽ വ്യക്തമായ തെളിവുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ മൃഗന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. നിന്റെ മൃഗന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കുമെന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവം വിശുദ്ധിയുടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതെ, യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ തുറന്നു പറയുന്നു, പൊടി കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പി, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഭൂമി എങ്ങനെയാണ് പ്രേതന്മാരെ പ്രസവിക്കുന്നത്? സ്തുതിക്കാൻ പറ്റുന്ന ഒരു സ്തുതിക്കണം, നല്ലൊരു സ്തുതികളോടെ അയക്കണം. കർത്താവിനെ ആരാധിച്ച കുടുംബമാണ്. ആരാധനയോടെ നമുക്ക് യാത്ര ചെയ്യിക്കണം. സ്തോത്രം. Yeah.
അനുഗ്രഹമായ നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കർത്താവേ നിന്റെ ശബ്ദം കേട്ട് അങ്ങയുടെ അരികിലേക്ക് വരുവാനിടയായിത്തീർന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നതിന് ചെയ്ത നാഥനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിച്ച അങ്ങയുടെ കരുണയ്ക്കാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിക്കുന്ന ഒരു സുദിനമുണ്ട്. തലയിൽ മധ്യഭാഗം അമർത്യത്തെ പ്രാപിക്കുന്ന ഒരു ദിനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അന്ന് ഭാഗ്യവേറെ പ്രത്യാശയോട് കർത്താവിന്റെ മാർഗോട് ഞങ്ങളുടെ പ്രിയ മകൻ ചേരുന്ന സമയത്ത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമി പ്രാണന്മാരെ പ്രസവിക്കുന്ന ആ ദിനത്തിൽ കർത്താവേ തന്റെ മകനെ ഞങ്ങൾ സംസ്കരിക്കുന്ന കല്ലറ അന്ന് പ്രസവിക്കുന്ന ആ സമയത്ത് അങ്ങയുടെ കാലുള്ള ശബ്ദം കേട്ട് കല്ലറയുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ആ സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാഗ്യവേറിയ പ്രത്യാശയോടെ കർത്താവേ ഞങ്ങളൊരു യാത്രയെ കൊടുക്കുകയാണ്. കർത്താവേ പ്രിയപ്പെട്ടവരെ വിട്ട് തന്നെ സ്നേഹിച്ചവരെ താൻ സ്നേഹിച്ചവരെ വിട്ട് തന്റെ വാത്സല്യ ഭവനത്തെ വിട്ട് തന്റെ നിത്യവാസ സദസ്സിലേക്ക് ഈ ഭൗതിക ശരീരം വിശ്രമിക്കേണ്ട സെമിട്രിയിലേക്ക് ഞങ്ങൾ യാത്ര അയക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ ദൂതന്മാർ കാവലായി നിന്ന് മിസ്രൈമിൽ വിടുവിച്ചപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണികളാൽ മറച്ച ദൈവമേ ഞങ്ങൾ മുൻപട പിൻപടയായി ദൈവ സാന്നിധ്യം നിൽക്കണമേ. കർത്താവേ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ മാതാക്കൾക്കായി പിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി പ്രിയപ്പെട്ടവർക്കായി കർത്താവെ പ്രിയ മകളായിരിക്കുന്ന സീമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ശാരീരികമായി മാനസികമായി ശക്തീകരിക്കണമേ. ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങി ബലത്തോടെ ഈ ശുശ്രൂഷയിൽ നിൽപ്പാൻ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവകൃപ പകരണമേ, ദൈവശക്തി പകരണമേ. സകല ബഹുമാനവും മാത്രം ഞങ്ങൾ അപ്പച്ചന് വരുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശ്വാസമികമായിട്ട് നടത്തുന്ന കൂട്ടായ്മയും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും വിശേഷ വളരെ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട മേലും ഇന്ന് മുതൽ ദൈവമാകട്ടെ. യേശു ക്രിസ്തു മൂലം ചേർന്ന ദൈവത്തിന്റെ സ്തോത്രം. പോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം,
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ
ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വാതന്റെ നിജപുത്രനായ തിമത്യോസിനെ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ച് വിശ്വാസം കാത്തുന്ന നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ച ഏവർക്കും ആ നീതിയുടെ കിരീടം ലഭിക്കും. അപ്പോൾ മരണത്തിനപ്പുറമായി ഈ പുരുഷായുസിൽ നല്ല പോർ പൊരുതിയാൽ, വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി ഓടിയാൽ, കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭക്തന്മാർക്കുള്ള സന്ദേശമാണ് നീതിയുടെ കിരീടം. അതെനിക്ക് ലഭിക്കും. ഒരുപാട് ദിവസം നമ്മൾ കാണുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കും ജീവന്റെ കിരീടമുണ്ട്. അപ്പൊ ജീവകിരീടം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഓടി കർത്താവിന്റെ വചനത്തെ സൂക്ഷിച്ചും കർത്താവിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഏതൊരു ഭക്തനും ഈ നീതിയുടെ കിരീടം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ കുലമഹിമയോ അവന്റെ വിദ്യാഭ്യാസമോ അവന്റെ ധനമോ രാഷ്ട്രീയ സാമൂഹിക ഏത് തലങ്ങളിലായിരുന്നാലും എത്ര ഉന്നത പദവി നിൽക്കുന്ന വ്യക്തിയാണേലും ഒരിക്കൽ ഈ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ പ്രവേശിച്ച് ഒരു സെമിട്രിയിൽ അല്ലെങ്കിൽ ഒരു കല്ലറയിൽ അവർ അടക്കപ്പെടും. നമുക്കറിയാം, ലോകത്തെ പ്രശസ്തരായിട്ടുള്ള ഭരണാധികാരികൾ, രാജാക്കന്മാർ ഒക്കെ തന്നെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കല്ലറയിൽ അവർ അടക്കപ്പെട്ട് കിടക്കണം. അവരുടെ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഏക സത്യദൈവമായിരിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും ഭൂമിയിൽ തുറന്നു കിടക്കുകയാണ്. മരണത്തെ ജയിച്ച, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ജീവനോടെ കല്ലറയ്ക്ക് പുറത്തു വന്ന ഇന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തു, ആ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും കർത്താവിനെ വിശ്വസിച്ചും ആരാധിച്ചും കർത്താവിന്റെ തിരികത പ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ എന്തെല്ലാം നേടാം. പലപ്പോഴും വിശ്വാസത്തിൽ വന്നാലും പലരും ഭൂമിയിൽ എന്ത് നേടാം എന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കർത്താവിന് വേണ്ടി പലതും ത്യജിച്ച് കുടുംബവും കുടുംബക്കല്ലറകളും പള്ളിയും പള്ളിമേടകളും ഒക്കെ വിട്ട് ഈ വചനത്തിന്റെ സത്യം മനസ്സിലാക്കി നിത്യത എന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് ഇവിടെ കഷ്ടങ്ങൾ കാണാം, ഇവിടെ പ്രയാസങ്ങൾ കാണാം, ഇവിടെ പ്രതികൂലങ്ങൾ കാണാം, ഇവിടെ രോഗങ്ങൾ കാണാം, ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ ഭാഗ്യമേറിയ പ്രത്യാശയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അതെല്ലാം ത്യജിച്ചുകൊണ്ട്
ത്യാഗപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അതിൻ്റെ അന്ത്യത്വങ്ങൾ പ്രത്യാശയോടെ ആ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീരുമല്ലോ. ആ സത്യമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ദൈവം തന്നിരിക്കുന്ന ചുരുങ്ങിയ ഒരായുസ് അത് കർത്താവിനോട് ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് പറഞ്ഞ പോലെ കാഹളം ധനിക്കുമ്പോൾ നമ്മൾ ഇന്ന് കല്ലറയിൽ അടക്കുന്ന, ഇവിടെ ദ്രവിച്ചു തീരുന്ന, അഴുകിത്തീരുന്ന ഈ ശരീരം മധ്യാകാശത്തിൽ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൻ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുക, പിന്നെ ജീവനോടെ ശേഷിക്കണം നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്ന ഒരു ഭാഗ്യദിനമുണ്ട്. ബൈബിളിൻ്റെ ക്രിസ്തീയ സഭകളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും മൂല്യമേറിയ, അതിൽ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു നിത്യതയുണ്ട്. അത് കാഹളം ധനിക്കുമ്പോൾ മരിച്ചവരവർക്കും ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞ പോലെ കല്ലറകളുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ, ദൈവപുത്രൻ്റെ, യേശുവിൻ്റെ ശബ്ദം കേൾക്കും. അന്ന് നന്മ ചെയ്തവർ നിത്യതയ്ക്കായും തിന്മ ചെയ്തവർ നിത്യശിക്ഷാവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും ശബ്ദം കേൾക്കും, എല്ലാവരും പുനരുത്ഥാനം ചെയ്യും. പക്ഷെ എല്ലാവരും നിത്യതയിൽ പ്രവേശിക്കത്തില്ല. നിത്യന്യായവിധിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവ് പ്രമാണിച്ച കൽപ്പനകളെ പ്രമാണിച്ച് അതേ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് വേർപെട്ട് വിശുദ്ധി ജീവിക്കുന്ന ഏതൊരു ദൈവത്തിനും നിത്യത കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. വാക്ക് പറഞ്ഞ കർത്താവ് മാറത്തില്ല. കർത്താവ് പറഞ്ഞാൽ വേഗം വരുമെന്ന് പറഞ്ഞു. വേഗം വരുന്ന കർത്താവിൻ്റെ ലക്ഷണമാണ് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികൾ നമ്മുടെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് കർത്താവിനെ വിശ്വസിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്സ് കർത്താവിനോട് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി ഒരുങ്ങാം. മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, നിലവിളിയില്ലാത്ത രാജ്യത്തൊക്കെ നമ്മുടെ പ്രിയ മകൻ സാമയെ കടന്നു പോയിരിക്കുകയാണല്ലോ. നമുക്ക് ഭാഗ്യമേറി പ്രത്യാശയോടെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരം ഇവിടുന്ന് ഉയർക്കുന്നുള്ള പ്രത്യാശയുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ പ്രത്യാശയോടെ നമുക്ക് ഈ ഭൗതിക ശരീരത്തോടെ സംസ്കരിക്കാം. അതിനായിട്ട് കർത്താവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താസന്മാർ 2 വചനം ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നതായിരിക്കും. വായിക്കുന്നതൊക്കെ വളരെ ചുരുക്കി ചെയ്യുകയാണ്. സമയവും സാഹചര്യവും എല്ലാം മനസ്സിലാക്കി. 1 കൊരിന്ത്യർ 15:50 സഹോദരന്മാരെ, മാംസങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശം കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാളനാഥങ്ങൾ പെട്ടെന്ന് കണ്ടുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന് പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഈ വചനം കൊണ്ട് അന്യോന്യം നമുക്ക് ആശ്വസിപ്പിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥപ്പെട്ടവര് ഈ മാറ്റി കയ്യിൽ കാലിലൊക്കെ കെട്ടുകൾ അഴിച്ചിട്ട് അടി തട്ട് കാണും, തട്ട് കാണും. അത് സ്വദേശം
ബദ്ധപ്പെട്ടോടിടുന്നു ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്നെ ദൈവദൂതർ വരുന്നു എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സമയത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് വീണ്ടും സ്തുതിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേട്ട് കല്യാണിയിലേക്ക് കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്വാമിനെ ദൈവങ്ങളെ പ്രിയ കർത്താവെ, അവരുടെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലെത്തി ഭൗതിക ശരീരം ഞങ്ങളിവിടെ കർത്താവെ സംസ്കരിക്കുകയാണല്ലോ. ഈ ബലഹീനമായ ശരീരം കർത്താവെ, ഈ ദ്രവത്വമുള്ള ശരീരത്തെ കർത്താവിന്റെ തേജസ്സേറിയ ശരീരത്തോടെ അനുരൂപമാക്കുമെന്നുള്ള ഭാഗ്യവേറിയ പ്രത്യാശയോടെ മണ്ണിന് മണ്ണും പൂഴിക്ക് പൂഴിയും ചാരത്തിൽ ചാരവുമായി ഞങ്ങളുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ സംസ്കരിക്കുന്നു. ദൈവം പറയുന്നു, നീ മണ്ണാവുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തിരികെ ചേരും. പ്രിയ സമയം, നീ പൊടിയാവുന്നു, നീ പൊടിയിലേക്ക് നീ തിരികെ ചേരുക. വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ദൈവജനത്തിന്റെ ഭാഗ്യമേറിയ പ്രത്യാശ പറയുന്നത്, കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച രൂപാന്തരം പ്രാപിക്കും. ആ ഭാഗ്യമേറിയ പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയ സമേ, പ്രിയ മകനെ, നീ പോകാം, നീ വിശ്രമിക്കാം. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാനായി നീ എഴുന്നേറ്റ് വരൂ. പ്രത്യാശയുള്ള ഒരു കാര്യം സ്തുതിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, നിന്റെ പ്രിയ മകൻ സാമനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വിളിച്ചു വേർതിരിച്ചു നിത്യതയിലേക്ക് എൻ്റെ മകനെ വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത ആ നിത്യഭവനത്തിലേക്ക് നിന്റെ മകനെ അത് വിളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭൗതിക ശരീരവുമായി
ഈ സെമിത്തേരിയിലേക്ക് കടന്നു വരുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു കർത്താവേ. പ്രിയമാതാവിനായി സ്തോത്രം, ഭാര്യയ്ക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ബലമുള്ളവരായി, പ്രത്യാശയോടെ കർത്താവിന്റെ മുന്നിൽ കാത്തിരിപ്പാൻ കർത്താവ് കൃപ ചെയ്യണേ. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നല്ല ദിവസം താൻ രൂപാന്തരം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുമെന്നുള്ള പ്രത്യാശയോടെ തന്റെ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ഇവിടെ അടക്കം ചെയ്യുന്നു കർത്താവ്. ഈ സെമിത്തേരിയിൽ ഞങ്ങൾ അടക്കം ചെയ്യുക. ശുശ്രൂഷകളെല്ലാം അങ്ങ് മാനിച്ചിരിക്കാതെ സ്തോത്രം, മഹത്വമെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മതവും കൂട്ടായ്മയും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ശിക്ഷ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുവേ, പെട്ടെന്നുയർത്തുവാനിൽ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. കണ്ണെത്താ ദൂരം നീ മായുന്നു, ഏതേതു തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ, കനലായി മാറുന്നു മൗനം. ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം നീ മാത്രം ഉയിരേ. വിദൂരേ നിലാത്താരമായി നീ മിഴിച്ചിമ്മി നിന്നിടുമോ,
എനിക്കൻ നീ